ദിവസങ്ങളിലും ഈ അബദ്ധം സെയിം പറ്റും. കെട്ടിയവൻ എപ്പോഴും എന്നെ വഴക്ക് പറയുന്നതാണ്, നീ അലാറം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിനക്ക് ശ്രദ്ധക്കുറവുണ്ട്. നീ കെട്ടിയൊരു പോകേണ്ട ദിവസങ്ങളിൽ ഞാൻ സാറ്റർഡേ സൺഡേ അലാറം വെച്ചിട്ട് കെട്ടിയോൻ എത്രയോ ദിവസങ്ങളിൽ സമയത്തിന് മുമ്പേ ആളെണീക്കും, പക്ഷെ അലാറം കേട്ടിട്ടല്ല എണീക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അലാറം കേൾക്കാത്ത എന്താന്ന് നോക്കുമ്പോൾ അലാറം ഞാൻ വെച്ചേക്കുന്നത് സാറ്റർഡേ സൺഡേ ആയിരിക്കും. അങ്ങനെ കുറെ അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇനി മാറ്റിയെടുക്കണം. എനിക്ക് മാത്രമേ പറ്റൂ. ലോകത്തിൽ ഒരാളെ എന്നെ പോലെ കാണുമെന്ന് എൻ്റെ ഒരു തോന്നില്ല. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടേ, എനിക്കൊരു കൂട്ടാവട്ടെ. അപ്പൊ അങ്ങനെ കുറച്ച് അബദ്ധം എനിക്ക് പറ്റിയൊരു ദിവസമായിരുന്നു. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഇന്ന്. മോന് ചോറ് കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് നെടുമങ്കാവിൽ പാർലറിൽ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ തിരിച്ചു വന്നിട്ട് ഒരു നാരങ്ങ കുടിക്കാൻ പറഞ്ഞു. കൊച്ചു കടലോട്ട് കയറി നാരങ്ങ വെള്ളം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അവിടെ ഇതില്ല, ഗൂഗിൾ പേ ഇല്ല. അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതും മാത്രമല്ല, എൻ്റെ ഫോണിൽ നെറ്റില്ല. അപ്പൊ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? അപ്പോഴാ പെട്ടെന്ന് ഞാൻ ഓർത്തുന്നു. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, നാരങ്ങ എടുക്കണ്ട, ഞാൻ പോവാ. അന്നേരം പറഞ്ഞു, വേണ്ട, പൈസ ഒന്നും വേണ്ട മോളെ, നാരങ്ങ കുടിച്ചിട്ട് പൊക്കളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കുഞ്ഞു കടയും കൊണ്ടിരിക്കുന്ന അവരെ ഓരോ പ്രതീക്ഷയായിട്ടായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന നാരങ്ങ ഞാനൊരു വെള്ളമൊക്കെ പിഴിഞ്ഞ് കുടിച്ചു. ഞാൻ അന്ന് കുറച്ചു നേരം ഫോണിൽ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനെ വിളിക്കുന്ന സമയമായി. അയാൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഞാൻ പാലപ്പം ഉണ്ടാക്കി കൊടുത്തു. ഉച്ചയ്ക്ക് ചോറല്ലേ കഴിച്ചാൽ ഇപ്പം എനിക്ക് അപ്പം മതി എന്ന് പറഞ്ഞിട്ട് ആളത് കഴിച്ചോണ്ടിരിക്കുകയാണ്. കെട്ടിയവൻ വന്നിട്ടുണ്ട്, കുളിക്കുകയാണ്. അപ്പൊ കെട്ടിയവനും ചോറ് വേണ്ട, ഇനിയിപ്പോൾ ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ. അപ്പോൾ കെട്ടിയൻ രാത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ അലാറം വെക്കണേ, രാവിലെ എഴുന്നേക്കിൻ്റെ അല്ലയോ, കൊച്ചുങ്ങളെ കിടന്ന് വെത്താളം പിടിപ്പിക്കാതെ പെട്ടെന്ന് ഒരുക്കി ഇടാൻ നോക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അലാറമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ ഒരബദ്ധം പറ്റിപ്പോയി. അലാറം സെറ്റ് ചെയ്തത് എന്ന് 5:59 ഞാൻ അലാറം സെറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നലെ പറ്റിയ അബദ്ധം വെച്ചാൽ 6:59 ഞാൻ അലാറം വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ അങ്ങനെ ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയതാണ്. കുറച്ച് അശ്രദ്ധ കൊണ്ട് തന്നെ പറ്റിയതാണ്. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വന്നു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ. അങ്ങനെ ഒന്നും പറയണ്ട, പിന്നെ എല്ലാം ഓക്കെ ആയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ബ്ലോഗ് കൊള്ളത്തില്ലെങ്കിൽ സത്യം കൊള്ളത്തില്ലെന്ന് തന്നെ പറയണേ. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ നിങ്ങളെ കൂടെ കൂട്ടിപ്പോ. ഇതുപോലെ കുറേ വലിയ കാര്യമൊന്നുമില്ലാത്ത വീഡിയോസാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും എനിക്ക് വ്ലോഗ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരുപാട് ഓവറായിട്ട് സംസാരിക്കും. കെട്ടിയാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെ വലിച്ചു വരെ സംസാരിക്കില്ല എന്നോട് എപ്പോഴും പറയും. പക്ഷെ ഞാനങ്ങ് എന്താ പറയുക, സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ എൻ്റെ പിടുത്തം കിട്ടത്തില്ല. ഞാൻ ഇങ്ങനെ നാക്കിന് ഒരു എല്ലും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് സംസാരിക്കും. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ ഇതാണ്. ഞാൻ ആരെങ്കിലും അടുത്തുനിന്ന് അടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരായിട്ടങ്ങ് ഒരുപാട് സംസാരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അത് പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ വേറെ കുറച്ച് പേര് ഒരു മിനി വ്ളോഗ് ചെയ്യണേ, ഡെയിലി വ്ളോഗ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് പറ്റുന്നത് പോലെ ഞാൻ വീഡിയോസ് ചെയ്യാം.